ചേട്ടാ ഞാൻ പോവാണേ, ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ടേ. മോളെ ഒരു ഷോൾ ഇട്ടിട്ട് ഇതിന്റെ കൂടെ ഷോൾ എങ്ങനെയാ ചേരുന്നേ? മോളെ ബസ് സ്റ്റോപ്പിൽ മൊത്തം വായി നോക്കിയതാന്ന് എല്ലാരും പറയുന്നത്. അവളുമാരൊക്കെ പറഞ്ഞായിരുന്നു ചേട്ടന്റെ അച്ഛനും അമ്മാവനും ബസ് സ്റ്റോപ്പിലാ കടപ്പും കുടിക്കുന്നു. അതല്ല, കള്ളും കുടിച്ച് കഞ്ചാവ് പിടിച്ച് നടക്കുന്നവരവിടെ മൊത്തം. ഞാൻ ഒന്നും കുടിക്കാൻ പോകുന്നില്ല. എടുത്തിട്ടേ ഓരോരുത്തന്മാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ വേണ്ടി നടക്കുന്നു. കരുപ്പോ നമുക്ക് അലക്കലില്ലേ ഇപ്പുറത്തെ സൈഡിലോട്ട് മാറ്റാം കേട്ടോ. അതെന്നാ? അല്ല, പുതിയ താമസക്കാർ വന്നേ മുഴുവൻ വായി നോക്കിയതാ. ടെൻഷൻ ധരിക്കണ്ട, ഞാൻ മാറ്റിക്കോളാം. പിച്ചക്കാരന്റെ പൈസ കൊടുക്കാം. പിച്ചക്കാരനോ? ഞാൻ കൊടുത്തോളാം. 10 രൂപയുണ്ട്, സൂക്ഷിച്ച് വെക്കണം കേട്ടോ. ഈ റൂട്ടിൽ കൂടി ഇനി തന്റെ ഭാര്യയെ വിട്ടാൽ മതി കേട്ടോ. താൻ വരണ്ട. 5 ഭാര്യയോ? ഇപ്പൊ അവൻ പെണ്ണുങ്ങളെ വളയ്ക്കാൻ വേണ്ടി വന്നേക്കോ. എന്നാ പറ്റി? ഞാൻ പറയാം. ഏതോ ഒരു പെണ്ണ് ചാറ്റ് ചെയ്ത് ഓൺലൈൻ ട്രേഡിംഗ് വഴി പൈസ ഡബിൾ ആക്കാന്ന് പറഞ്ഞു. ആദ്യം 100 ഇട്ട്, അപ്പൊ 200 കിട്ടി. പിന്നെ 500 കിട്ടി, അപ്പൊ 1000 കിട്ടി. പിന്നെ 10000 കിട്ടി, അതും കിട്ടി. അവസാനം കൊണ്ട് 1 ലക്ഷം ഇട്ട്. പിന്നെ ആ പെണ്ണിന്റെ ഒരു കൂട പോലും ഇല്ല. ഏതോ പെണ്ണ് ഒളിപ്പിച്ചപ്പോ ആ വഴി പോയതാ. അതെങ്ങനെയാ? ബാക്കിയുള്ളവരുടെ മേലെ 2 ഉണ്ട കണ്ണും. എന്നിട്ട് നീ 19:30 വിളിച്ചോ? 19:30? എടാ, പോലീസിന്റെ സൈബർ ഹെൽപ്പ് ലൈൻ നമ്പർ. 1 മണിക്കൂറായോ പൈസ പോയിട്ട്? ഇല്ല. എന്നാ വേഗം വിളിക്ക് നീ. പോലീസിനെ ഞാൻ വിളിക്കണോ? എനിക്ക് പേടിയാ, നീ വിളിക്കാവോ? അല്ലാത്തതിനൊന്നും പേടിയില്ല, അങ്ങോട്ട് വിളിക്കും മനുഷ്യ. എനിക്കും പൈസ ഡബിളാക്കി തരാമെന്ന് പറഞ്ഞ അവളാണോ?